ഇന്ന് നമുക്ക് ഒരു നല്ലൊരു ഔഷധ സസ്യമായിട്ട് നീലമിരിയെ പറ്റിയിട്ട് പരിചയപ്പെടാം. നീലമിരി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ തോട്ടത്തിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടീനെ കണ്ട ഇതുപോലെ ഉണ്ടായി നിൽക്കുന്നതാണ്. ചെറിയൊരു കുറ്റിച്ചെടി മോഡൽ ചെടിയാണ് ഇത്. നമുക്ക് നാച്ചുറലായിട്ട് തന്നെ മുടി ഡൈ ചെയ്യാനും അതുപോലെ നീലഭൃങ്ങാതി ഓയിലുണ്ടല്ലോ, നമ്മൾ തലമുടിയൊക്കെ നല്ലോണം ഉണ്ടാവാനുള്ളത്, അതിൽ മെയിനായിട്ട് ചേർക്കണ ഒരു ഇലയാണ് നീലമിരി ഇല. അപ്പോൾ ഈ ഇല നമുക്ക് നല്ലോണം ഔഷധ ഗുണമുള്ളൊരു ഇലയാണ്. ഇത് നമുക്ക് ഡൈ ചെയ്യാൻ നാച്ചുറലായിട്ട് തന്നെ ഇൻഡിഗോ പൗഡർ നമുക്ക് തയ്യാറാക്കാം. ഈ നീലമിരിയുടെ ഇല എടുത്ത് തണലത്ത് വെച്ചൊന്ന് ഉണക്കി പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു വയലറ്റ് കളർ കിട്ടും. അതൊന്ന് പൊടിച്ചെടുത്ത് പേസ്റ്റ് പോലെ രൂപത്തിലാക്കിയിട്ട് നമ്മുടെ തലയിൽ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ നര മാറി കറുപ്പായി കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ നീലമിരി തയ്യ്. സാധാരണ ഈ നീലമിരിയും പിന്നെ അതുപോലെ നീരോലിയും തമ്മിൽ തെറ്റാറുണ്ട്. അപ്പോൾ ഈ നീലമിരിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇല നോക്കിയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നീലമിരിയിൽ ഇതൊരു ഇലയാണെന്ന് വെച്ചാൽ 1 2 3 4 5 6 7 8 9 ഒറ്റ അക്കത്തിലാണ് നമ്മുടെ ഇലകൾ അവസാനിക്കുക. 9 11 13 അങ്ങനെയൊക്കെ ഇല ഉണ്ടാവുക. പിന്നെ ഇലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ ഒന്നും ഇങ്ങനെ പൊട്ടിക്കുക. അപ്പം ഇത് കണ്ട ഇതുപോലെ പൊട്ടും. ഇങ്ങനെ കറക്റ്റ് കട്ട് ചെയ്ത പോലെ ബ്ലേഡ് കൊണ്ട് കത്രിക കൊണ്ടൊക്കെ കട്ട് ചെയ്ത പോലെ കറക്റ്റ് ഇങ്ങനെ വരും. അങ്ങനെ അറിയാം ഇത് നീലമിരിയുടെ ലീഫ് തന്നെയാണ്. ഇതൊക്കെയാണ് അതിൻ്റെ പൂക്കൾ. അപ്പോൾ പൂക്കൾ ഇങ്ങനെ ഒരേ ഇലയുടെ മുകളിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് വിരിഞ്ഞ് കഴിഞ്ഞാൽ വിത്തുകൾ ഉണ്ടാവും. ഇതൊക്കെയാണ് അതിൻ്റെ വിത്തുകൾ കണ്ട തൊടുമ്പോൾ ഇങ്ങനെ ഒരു മുള്ളു പോലെ. ഇത് നമ്മൾ നല്ലോണം ഉണങ്ങി കഴിഞ്ഞാൽ ഈ ഒരു വിത്തൊന്ന് പൊട്ടിച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഞെരടിയിടുക. ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ പുറന്തോട് ഭയങ്കര കട്ടിയുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിത്ത് കാണാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇത് കണ്ട ഇതാണ് വിത്തുകൾ. ഇതിങ്ങനെ ചെറിയ കടുകുമണി പോലെയുള്ള വിത്തുകളാണ്. ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് വെറുതെ ഇട്ട് കൊടുത്താൽ മതി, നല്ലോണം നീലമിരി തൈകൾ ഉണ്ടാവും. അങ്ങനെ ഈ ചെടിയുടെ താഴെ കണ്ട ഇതൊക്കെ തന്നെ മുളച്ചുണ്ടായതാണ്. തൈകൾ കണ്ട ഇതൊക്കെ നീലമിരിയുടെ തൈകൾ. ഇതൊക്കെ തന്നെ വിത്ത് മുളച്ചുണ്ടായുള്ളതാണ്. അപ്പോൾ നീലമിരി തൈ ഉണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ വിത്ത് പാവി നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും. ഈ ഒരു ചെടി നോക്കിയാൽ മതി. ഒരു ലൈറ്റ് റോസാ പർപ്പിൾ കളറിലൊക്കെയാണ് അതിൻ്റെ ഫ്ലവർ ഉണ്ടാവാറ്. പിന്നെ ഇല ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ നീലമിരി തന്നെ നമുക്ക് കിട്ടും. ഇത് നീലമിരിയുടെ വിത്തുകളാണ് കണ്ട ഞാൻ കുറച്ച് പൊട്ടിച്ച് വെച്ചതാണ്. പിന്നെ അതിൻ്റെ ലീഫുകളൊക്കെ ഉണങ്ങുമ്പോൾ ഇതുപോലെ കളറ് മാറും ചെയ്യും. ഇത് ഇൻഡിഗോ കളറ്. അപ്പോൾ ഇതാണ് നമ്മൾ പേസ്റ്റ് പോലെ ആക്കുന്നത്. അപ്പോൾ ഇതുപോലെ വിത്ത് സൂക്ഷിച്ച് വെച്ച് നമ്മൾ കവറിൽ പാവിയാലും പറ്റും. അതിൻ്റെ ചെടിയുടെ കടയ്ക്കാൻ ഇഷ്ടം പോലെ തൈ ഉണ്ടാവും. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. കറക്റ്റ് നീലമിരി തൈ നോക്കി വെച്ച് പിടിപ്പിക്കണം എന്നുള്ളൂ. ഇത് നീലമിരിയാണ് തെറ്റിദ്ധരിക്കുന്ന ഒരു ചെടിയാണ്. ഇത് നീരോലി എന്നൊക്കെ പറയില്ലേ, നമ്മൾ താളിയൊക്കെ ഉണ്ടാക്കുന്ന നീരോലിയാണിത്. ഇതിൻ്റെ ഇല കണ്ടാൽ അതിൻ്റെ പോലെ തോന്നിക്കും, പക്ഷേ വ്യത്യാസങ്ങളുണ്ട്. ഇല അങ്ങനെ പൊട്ടിച്ചാൽ പൊട്ടില്ല. അതുപോലെ തന്നെ ഇത് ലൈറ്റ് ഗ്രീനാണ്, പക്ഷേ ആ നീലമിരിയുടെ പച്ചപ്പും ഈ ഒരു പച്ചപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് നീരോലി ചെടിയാണ്. അങ്ങനെ നീലമിരി ഈ തൈയൊക്കെ ആയിട്ടാണ് നമുക്ക് സാധാരണ അങ്ങനെ തെറ്റിപ്പോവാറ്. ഇതുപോലെ ഇത് കണ്ട നിറയെ വിത്തുകൾ ഉണ്ടാവും. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് പൊട്ടിച്ച് പാവിയാൽ മതി. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഈസി ആയിട്ട് തൈ പിടിപ്പിക്കാനും പറ്റും. ഇഷ്ടം പോലെ തൈ ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമ്മുടെ നീലമിരിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് നമ്മുടെ മുടി കറുപ്പിക്കാൻ നല്ലതാണ്. എണ്ണ കാച്ചാൻ വളരെ നല്ലതാണ്. എണ്ണ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ താരം കുറയും. അതുപോലെ തന്നെ സ്കാൽപ്പ് നല്ല കൂളാവും. നല്ല ഉറക്കം കിട്ടാനും ഒക്കെ ഈ ഒരു എണ്ണ കാച്ചി തേക്കുന്നത് നല്ലതാണ്. അപ്പം മുടി നല്ലോണം ഉണ്ടാവുകയും ചെയ്യും. ഈ നീലമിരിയുടെ ഇല ചൊറി, നമ്മുടെ മുഖത്തൊക്കെ കരിവാളിപ്പൊക്കെ വരില്ല, അതിനൊക്കെ ഒന്ന് തേച്ച് പരട്ടി കഴിഞ്ഞാൽ അലർജിയൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ് ഈ ഒരു ഇല തേച്ചരച്ച് കഴിഞ്ഞാൽ. പിന്നെ നല്ലോണം ഈ മുറിവൊക്കെ ഉണ്ടാവില്ല, അതിനും ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് അരച്ച് തേച്ചാൽ മതി. നല്ലോണം ആൻറ്റി ബാക്ടീരിയൽ റിസൾട്ട് കിട്ടുന്നതാണ്. ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കുക വളരെ നല്ലതാണ്. ബോഡിക്ക് നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് കിട്ടും. തലയിലേക്ക് തേക്കുമ്പോൾ നമുക്ക് നല്ല ഉറക്കം കിട്ടും. തലയ്ക്ക് നല്ലൊരു കൂളിംഗ് ഇഫക്റ്റും കിട്ടും. നല്ല ഉറക്കം കിട്ടിയാൽ തന്നെ നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയും. കരൾ സംബന്ധമായ രോഗങ്ങൾക്കും ഈ നീലമിരിയുടെ ഇല അരച്ച് തേനിൽ ചാലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ കരളിന് സംബന്ധമായ അസുഖങ്ങൾക്കും നല്ലതാണ്. ചെമ്പരത്തിയാതി തൈലത്തിലും നീലമിരി മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ്. നെല്ലിക്കയുടെ പൗഡർ, നീലമിരിയുടെ ഇല, മൈലാഞ്ചി പൗഡർ, പിന്നെ ഇതൊക്കെ കഞ്ഞിവെള്ളത്തിൽ കലക്കി നമ്മുടെ തലയിൽ ഹെയർ പാക്ക് പോലെ ഉപയോഗിക്കാൻ ബെസ്റ്റാണ്. മുടി നിറഞ്ഞുണ്ടാവും. വിഷജന്തുക്കളുണ്ട് അല്ലെ, പഴുതാര, അതുപോലെ ചില ഉറുമ്പുകളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പോയ്സൺ ചെറുതായിട്ട് കയറും. അതൊക്കെ മാറണമെങ്കിൽ നമ്മുടെ ഈ നീലമിരിയുടെ ഇല അരച്ച് തേച്ച് പിടിപ്പിച്ചാലും നല്ലതാണ്. അപ്പോൾ കണ്ട നീലമിരിയുടെ ഇലയൊക്കെ കൊഴിഞ്ഞിട്ടാണ് ആ ഒരു കളറിൽ കിടക്കണത്.
ലൈറ്റ് ഇൻഡിഗോ കളറിൽ ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതിനധികം നനയൊന്നും വേണ്ട, ചെറുതായിട്ടൊക്കെ ഒരു നന കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തൊടിയിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് നല്ലൊരു ചെടിയാണ്, എല്ലാവരുടെ വീട്ടിലും വളർത്തേണ്ട ഒരു ഔഷധ ചെടിയാണിത്.